ഒരാൾ ചിന്തിക്കുകയാണ് എനിക്ക് എക്സസൈസ് എടുത്തിട്ട് തടിയൊന്ന് സെറ്റ് ആവാനാണ് ഡോക്ടർ പറഞ്ഞ് കൊളസ്ട്രോൾ ഒന്ന് കുറക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ കുറക്കണം എന്ന് പറഞ്ഞപ്പം എന്താണ് അപ്പോൾ കുറക്കണമല്ലോ. അപ്പോൾ തന്നാലപ്പം ഇങ്ങനെ പെരരിങ്ങ് നിന്നാൽ തടി കുറയും ഇല്ല. അപ്പോൾ ഒന്ന് കളിക്കേണ്ടി വരും. ആ നീയത്ത് വെച്ചിട്ട് ഒരാൾ കളിക്കുകയാണ്, കുഴപ്പമില്ല, കളിക്കണം. അവൻ തടി അളക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ അവൻ്റെ ശരീരം രോഗിയായി മാറാൻ പാടില്ല. നീന്തൽ സുന്നത്തായ കാര്യമാണ്. കളി ഇങ്ങനത്തെ ശരീരം എക്സസൈസ് എടുക്കുക, ശരീരം നന്നാവാൻ വേണ്ടിയിട്ട്, ശരീരം ഉറപ്പാകാൻ വേണ്ടി, കൊളസ്ട്രോളും കാർബോഹൈഡ്രേറ്റും അതുപോലെ ഓവർ കലോറി ബേൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ എക്സസൈസ് എടുക്കുക, അതുപോലെ കളിക്കുക, ജിമ്മിന് പോകുക, ഇത്തരം സംഗതികളൊക്കെ അനുവദനീയമാണ്. അനുവദനീയം എന്ന് പറഞ്ഞാൽ നമ്മൾ നീയത്ത് മാറാൻ പാടില്ല. ഒരാളെ നീയത്ത് ജിമ്മിന് പോയിട്ട് എൻ്റെ മസിലൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് എന്നിട്ട് എനിക്ക് പ്രദർശനം നടത്തണം, എന്നിട്ട് അതിൻ്റെ വേഷം എന്താണ്, ജിമ്മിന് പ്രദർശനം നടത്തുമ്പോൾ വേറെ വേഷമാണ്, ഫുൾ അവരത്ത് കാണുന്നൊരു വേഷമാണ്. മനസ്സിലായില്ലേ? ഒരു ചെറിയൊരു സാധനം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ മറക്കാൻ വേണ്ടിയിട്ട്, ബാക്കി ഫുൾ ഓപ്പണാണ്. ഒരിക്കലും പാടില്ല. ജിമ്മിൻ്റെ ആൾക്കാർ എന്നോട് ചൂടാവരുത്, ചൂടായിട്ട് കാര്യമില്ല. കാരണം എപ്പോഴും അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ജിമ്മിന് പോകൽ തെറ്റില്ല. ജിമ്മ് വർക്ക് ചെയ്യുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ്. അമിത മസിൽ വീർപ്പിക്കാനുള്ള ലക്ഷ്യം മസിൽ വീർക്കും, ശരീരത്തിന് കംപ്ലൈൻറ്റ് വരാൻ ശ്രദ്ധിക്കണം. ശരീരത്തിന് കംപ്ലൈൻറ്റ് വരാത്ത രൂപത്തിലൊക്കെ ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കളിക്കുക, ഷട്ടിൽ ബാറ്റ്, ഇങ്ങനത്തെ നല്ല നല്ല കളികൾ കളിക്കാം. മറ്റുള്ള ഫുട്ബോൾ മോശമാണെന്നോ ക്രിക്കറ്റ് മോശമാണെന്നല്ലോ ഒക്കെ കളിക്കുക. പക്ഷേ അതൊക്കെ ഈ നിയ്യത്ത് വേണം, എൻ്റെ ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി, ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി, ആരോഗ്യം നിലനിർത്താൻ വേണ്ടി എന്ന്. പിന്നെ നമ്മളെ ഫാമിലിനെ, കുടുംബത്തിനെ, മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോ കൂടെ നമുക്ക് കളിക്കാൻ പറ്റും. ഒന്നും അതിര് വിടാൻ പാടില്ല.